വർക്കലയിൽ ഗൃഹനാഥനെ വീട്ടിനകത്തിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് കൂടുതൽ തെളിവെടുപ്പ് നടത്തി. വർക്കല കരിനിലക്കോട് സ്വദേശി 5 വരമ്പുവിള വീട്ടിൽ 57 വയസ്സുള്ള സുനിൽ ദത്തിനെയാണ് സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുള്ള മൂവർ സംഘം അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ മൂവർ സംഘത്തിൽ 16കാരനും ഉൾപ്പെട്ടിരുന്നു. തിരുവനന്തപുരം വെള്ളൈക്കടവ് സ്വദേശിയായ ഷാനി, വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ സ്വദേശിയായ മനു എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിച്ചത്. പ്രതികൾ സംഭവസ്ഥലത്തെത്തിയ ശേഷം കൊലപാതകം നടത്തിയ രീതിയും തുടർന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ട വിധവും പ്രതികൾ പോലീസിനോട് വിശദീകരിച്ചു. കൊലപാതകത്തിന് ശേഷം കുറച്ചു ദൂരം പ്രതികൾ നടന്നു പോവുകയും അതിനുശേഷം 16കാരൻ ഓടിച്ചിരുന്ന സ്കൂട്ടറിൽ കയറി മൂവരും സ്ഥലം വിടുകയുമായിരുന്നു എന്നാണ് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചത്. പ്രതികളെ സംഭവസ്ഥലത്ത് തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നതറിഞ്ഞ് സംഭവസ്ഥലത്ത് വലിയ ജനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നു. പ്രതികളിൽ ഒരാളെ പോലീസ് സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യുകയും മറ്റ് 2 പേരെ തൊട്ടടുത്ത ദിവസം പിടികൂടുകയുമായിരുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിലെ പ്രതികളെ തൊട്ടടുത്ത ദിവസം തന്നെ പിടികൂടാൻ കഴിഞ്ഞതിൽ വർക്കല പോലീസിനെ നാട്ടുകാരും പൊതുസമൂഹവും പ്രശംസിച്ചു. കേസിലെ പ്രതിയായ മനു നേരത്തെയും കൊലപാതക കേസിലെ പ്രതിയാണ്. മനുവിൻ്റെ ഭാര്യയുമായി സൗഹൃദം കൂടിയതിന് സുഹൃത്തിനെ കമ്പി കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇയാളെ 2017 ശംഖുമുഖം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൻ്റെ വിചാരണ നടന്നു വരവെയാണ് ജാമ്യത്തിലിറങ്ങി വീണ്ടും ഇയാൾ കൊലപാതകം നടത്തിയിരിക്കുന്നത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ 2 വധശ്രമ കേസുകൾ കൂടി നിലവിലുണ്ട്. ഈ കേസിലെ 16കാരനായ പ്രതി ഇതിനു മുമ്പും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ഇയാൾ മറ്റൊരു കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇയാളുടെ മൊബൈലിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ.